ഹായ് ആർട്ടിസ്റ്റ്, നമസ്കാരം. ഇന്ന് നമ്മൾ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൗസാണ് നമ്മൾ വരക്കുന്നത്. ആദ്യം ഐ ലെവൽ വരക്കണം, ഹൊറൈസൺ ലൈൻ. ഞാൻ സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഐ ലെവൽ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. കണ്ണിന് നേരെ വരുന്ന ഭാഗം, കണ്ണിൻ്റെ ഉയരം. ഓക്കെ, ഇനി 2 വാനിഷിംഗ് പോയിന്റ് മാർക്ക് ചെയ്യണം, ലെഫ്റ്റും റൈറ്റും. അതിന് ഞാൻ VP എന്ന് എഴുതുന്നുണ്ട്, വാനിഷിംഗ് പോയിന്റ്. ഓക്കെ, 2 പോയിന്റ് പെർസ്പെക്റ്റീവിൻ്റെ പ്രത്യേകത 2 വാനിഷിംഗ് പോയിന്റ് ഉണ്ടാവും. ഇനി നമുക്ക് വരക്കാൻ പോകുന്ന ഓബ്ജക്റ്റിൻ്റെ ഒരു കോർണർ വരയ്ക്കണം. 2 പോയിന്റ് പെർസ്പെക്റ്റീവിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, കറക്റ്റ് ഫേസ് അല്ല വ്യൂ ചെയ്യുന്നത്, ഓബ്ജക്റ്റിൻ്റെ കോർണർ വ്യൂ ആണ് കാണാനായിട്ട് കഴിയുന്നത്. നമ്മളതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ബേസ് നോക്കിയിരുന്നു, ഫൗണ്ടേഷൻ. അതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഒരു കോർണർ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്നും മുകൾ ഭാഗത്തുനിന്നും 2 വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കണം. ഇങ്ങോട്ടേക്കും അതേപോലെ മുകളിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കും ഈ ഒരു പോയിന്റിലേക്കും ഈ ഒരു പോയിന്റിലേക്കും നമ്മൾ വാനിഷിംഗ് ലൈൻ അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്ഷൻ നോക്കി മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ കണ്ടില്ലേ, ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഈ വാനിഷിംഗ് പോയിന്റിലേക്കാണ്. എന്നാലും നമുക്ക് ആ കറക്റ്റ് വ്യൂ പോയിന്റ് കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്കെയിലൊന്നും വെക്കാതെ വരച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അത്ര ഓക്കെ ആകണമെന്നില്ല. നിങ്ങൾ ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ സ്കെയിൽ നല്ലപോലെ വെക്കുക, ആ കോർണറിലേക്ക് വരച്ച് നോക്കിയതിന് ശേഷം മാത്രം പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വരക്കുക. ഇനി ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ ഈ ഒരു ഹൗസിന് വേണ്ട ലെങ്ത്ത് നോക്കി ഞാൻ കട്ട് ചെയ്തു. ഇനി തൊട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാം, കുറച്ചുകൂടി എടുക്കാം. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നോക്കുക, ഈ വീടിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും വരയ്ക്കാനായിട്ട് കുറച്ച് സ്പേസ് വേണം. ഞാനിവിടെ ഒരു ചെറിയൊരു അടയാളം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും വാനിഷിംഗ് പോയിന്റ് അല്ല കേട്ടോ, ഇത് വീടിൻ്റെ ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലേക്കും താഴേക്കും നീട്ടി വരച്ചാലും മതിയാവും. ഓക്കെ, ഞാനിപ്പോൾ അത് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വാനിഷിംഗ് പോയിന്റ് നോക്കി മാർക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഡൗൺ വ്യൂ, താഴത്തെ പോർഷൻ ചെയ്തെടുത്തു. പിന്നെ അതേപോലെ തന്നെ മുകളിൽ ആ വീടിൻ്റെ മുകൾ ഭാഗം വരുന്നതും വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് എടുക്കണം. സ്കെയിൽ വെച്ച് നോക്കുക, കറക്റ്റ് നമ്മൾ വരച്ച ആ ഭാഗത്ത് നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് നോക്കി ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് വാനിഷിംഗ് പോയിന്റിലേക്കും കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പെർഫെക്റ്റ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റ് വ്യൂ പോയിന്റിനനുസരിച്ച് ആ ഒരു ഹൗസിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് വീഡിയോ പോസ് ചെയ്ത് വരക്കുക, പിന്നെയും പോസ് ചെയ്യുക, അങ്ങനെ എന്നോടൊപ്പം തന്നെ വരച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാനായിട്ട് കഴിയും. ഇനി ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഒരു പോയിന്റ് താഴ്ത്തി ഒരു ചെറിയൊരു ഭാഗം ചെയ്യാനുണ്ട്. നോക്കാം, ഞാൻ അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും വാനിഷിംഗ് പോയിന്റ് അല്ല. ഓക്കെ, വീടിൻ്റെ ഭാഗമാണ്, ഒബ്ജക്റ്റാണ് ചെയ്തത്. ഇനി ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ പോവും. അത് വാനിഷിംഗ് പോയിന്റ് നോക്കി തന്നെ ചെയ്യണം. ഈ ഒരു ഭാഗത്തു നിന്നും ലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കെയിൽ വെക്കുക, വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നോക്കുക, കണ്ടില്ല? അപ്പോൾ നമുക്ക് കറക്റ്റ് ചായ്വ് കൊണ്ടുവരാൻ പറ്റും. അല്ല നമ്മളുടെ ഒരു ഊഹത്തിൻ്റെ ബേസിൽ ചെയ്താൽ ശരിയാവില്ല. വാനിഷിംഗ് പോയിന്റിലേക്ക് വെക്കുക, സ്കെയിൽ വെച്ച് കോർണർ നോക്കി ചെയ്യുക. കണ്ടില്ല? ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷനിൽ എങ്ങനെയാണ് ചായ്വ് വരുന്നതെന്നുള്ളത് കറക്റ്റ് നമുക്ക് കിട്ടും. ഇനി അതേപോലെ ലെഫ്റ്റ് സൈഡും ചെയ്യണം. ആ ഒരു കോർണറിലേക്ക് സ്കെയിൽ വെക്കുക, വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചായ്വ് കിട്ടും. ഓരോ പോർഷനിലും എങ്ങനെയാണ് ഒബ്ജക്റ്റ് ചെരിഞ്ഞ് കാണുന്നതെന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വീടിൻ്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മുകളിലേക്ക് വരച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വാർക്ക വീടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിൻഡോ ചെയ്യാം. ഇവിടെ വിൻഡോ വരുന്ന ആദ്യത്തെ ഭാഗം ലൈൻ കൊടുക്കുക. ഇനി അതിൻ്റെ
മുകൾ ഭാഗവും താഴ്ഭാഗവും വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ പോവുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും, കണ്ടില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. അതേപോലെ താഴ്ഭാഗവും നോക്കാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ വ്യൂ മനസ്സിലാവുക. സ്കെയിൽ വെക്കുക, വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക, വരച്ചെടുക്കുക. ഇങ്ങനെയാണ് എൻജിനീയേഴ്സൊക്കെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരച്ച് നോക്കുന്നത്. പേഴ്സ്പെക്റ്റീവിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ? നമുക്ക് ആ വിൻഡോയുടെ ആ ഒരു ചായ്വ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വിൻഡോയുടെ ഔട്ട്ലൈൻ കിട്ടി. വിൻഡോയുടെ വ്യൂ നോക്കുക, കണ്ടില്ല? വാനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വികസിച്ച് വരുന്നു, അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിലേക്ക് വാനിഷ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് വ്യൂ. ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസുകൾ ഒഴിവാക്കാം. ഇനി വിൻഡോ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്തെടുക്കാം. ഓരോ ഫ്രെയിമും വരയ്ക്കാം. 3 ഫ്രെയിം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്, വ്യൂ പോയിന്റ്. ഓക്കെ, ഓബ്ജക്റ്റിൻ്റെ അകത്ത് കാണുന്ന ഐ ലെവല് അത് നമുക്കൊന്ന് ഒഴിവാക്കാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി വിൻഡോ കറക്റ്റ് വരച്ചെടുക്കാം. ഔട്ട്ലൈൻ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തോളൂ. ഓക്കെ, ഇനി വിൻഡോ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡോറ് ചെയ്യണം. അതിനും വ്യൂ പോയിന്റ് നോക്കണം. വാനിഷിംഗ് പോയിന്റിലേക്ക് ഞാൻ കാണിക്കാം. ഒരു ലൈൻ ചെയ്യുക. ഇനി ഈ ഒരു പോയിന്റ്, ഈ ഒരു ഭാഗത്ത് നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കുക. സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ചായ്വ് കിട്ടും. സ്കെയിൽ വാനിഷിംഗ് പോയിന്റിലേക്ക് വെക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ചെയ്ത് നോക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഡോറിന് ആവശ്യമായ ഭാഗം നോക്കി അവിടെ നിന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അനുസരിച്ച് അതിൻ്റെ ചായ്വ് കിട്ടി ഡോറിൻ്റെ. ഇനി താഴെ ഭാഗം നോക്കണം. ആദ്യം നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസുകൾ ഒഴിവാക്കാം. ഐ ലെവലൊന്നും ഇനി ഈ ഒരു ഭാഗത്ത് വേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്ക് ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ഔട്ട്ലൈൻ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഡോറിൻ്റെ ഈ ഒരു ഭാഗം ചെയ്യണം. ഇവിടെ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ പോവും. ഇവിടെ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് ഈ ഒരു ചായ്വിലേക്കായിരിക്കും പോകുന്നത്. സ്കെയിൽ ഉപയോഗിക്കാം. നമുക്ക് കറക്റ്റ് ഞാൻ വെച്ച് കാണിക്കാം. കണ്ടില്ലേ? ഈ ഒരു കോർണറിൽ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് സ്കെയിൽ വെച്ച് നോക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ച് നോക്കുക. കണ്ടില്ലേ? ഇങ്ങനെ പോവും. നമുക്ക് വേണ്ട സ്ഥലം വരെ മാത്രം മാർക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇപ്പോൾ ഡോറിൻ്റെ കറക്റ്റ് ചായ്വ് എനിക്ക് കിട്ടി. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡോറാണ്, ക്ലോസ്ഡ് അല്ല. ഓക്കെ, ഇങ്ങനെ പോവും. ഞാൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡോറ് തുറന്നിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു കോർണർ വാനിഷിംഗ് പോയിന്റ് നോക്കി ഒരു ലൈൻ കൊടുക്കണം. ഇങ്ങനെ നമുക്കതിൻ്റെ കറക്റ്റ് വ്യൂ പോയിന്റ് കിട്ടാനാണ്. ഇത് ഈ ഒരു വാനിഷിംഗ് പോയിന്റിൽ നിന്നായിരിക്കും വരുന്നത്. സ്കെയിൽ ഉപയോഗിക്കാം. വാനിഷിംഗ് പോയിന്റിലേക്ക് കറക്റ്റ് ഈ ഒരു കോർണറിൽ നിന്ന് വെച്ച് നോക്കണം. കണ്ടില്ല? അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ഡയറക്ഷൻ മനസ്സിലാവും. ഇനി നമ്മൾ ലൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ഈ ഒരു കോർണറിൽ തട്ടി ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമുക്ക് ആ ചായ്വ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് നോക്കാം. കോർണറിൽ സ്കെയിൽ വെക്കുക. എന്നിട്ട് വാനിഷിംഗ് പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡ് വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ചായ്വ് കിട്ടി. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും.
ഇതൊക്കെ നമ്മളുടെ മൈൻഡിൽ സെറ്റ് ആവണം, എങ്ങനെയാണ് ഓരോ വ്യൂ പോയിന്റ് വരുന്നത് എന്നാലാണ് നമുക്ക് മനോഹരമായ ചിത്രങ്ങൾ വരക്കാനായിട്ട് കഴിയുക. ഓക്കെ, ഇതിൻ്റെ ആദ്യ ഭാഗം ബേസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പലരും പറയുന്നത് ബേസ് വേണ്ട, പക്ഷേ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ബേസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗങ്ങൾ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനാണ് ഈ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പം തന്നെ ഓൾറെഡി ഒരു ഡെപ്ത് കിട്ടുന്നുണ്ട്. പേഴ്സ്പെക്റ്റീവ് നമ്മൾ യൂസ് ചെയ്ത് വരക്കുമ്പോൾ ഒബ്ജക്റ്റിനൊരു കറക്റ്റ് ഡെപ്ത് കിട്ടുന്നുണ്ട്. ആ ഒരു പേപ്പറിൻ്റെ മേലെ ഒരു ഒബ്ജക്റ്റ് വെക്കുന്ന ഒരു ഫീല്, ഇല്ലെങ്കിൽ ആ ഒരു ലാൻഡിൻ്റെ മേലെ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത ഒരു ഹൗസ്, ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ചെയ്തെടുക്കാം. പ്രഷർ കുറച്ച് ഞാൻ പെൻസിൽ മേലെ പിടിക്കുന്നുണ്ട് എപ്പോഴും. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. പുറത്തേക്ക് പോകാതെ നോക്കണം. വളരെ സാവധാനത്തിൽ വേണം, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാനായിട്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത്. നിങ്ങൾ നല്ലപോലെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ പോർഷൻ നല്ല ഡാർക്കായിരിക്കും, അവിടെ പ്രകാശം കടക്കുന്നില്ല. നമുക്ക് ഡാർക്കായിട്ട് തന്നെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയും ഡാർക്ക് തന്നെയാണ്. കവർ ചെയ്യാം, നല്ലപോലെ കവർ ചെയ്യാം. പ്രഷർ കൂട്ടി തന്നെ ഷെയ്ഡ് കൊടുക്കാം. ഡോറിൻ്റെ പോർഷൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത് രാത്രിയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇനി ഈ ഒരു ഭാഗത്തും ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ ആദ്യം ഒന്ന് കവർ ചെയ്ത് കാണിക്കാം. ഈ ഒരു ഭാഗത്തും ഷെയ്ഡ് വരും. നമുക്ക് ലൈറ്റായിട്ട് തന്നെ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആ ഒരു ഭാഗത്താണ് പ്രകാശം വരുന്നത്. എങ്കിലും ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത്, റൂഫിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്രകാശം ബ്ലോക്ക് ചെയ്ത് ചെറിയൊരു ഷെയ്ഡ് കാണാനായിട്ട് കഴിയും. അതവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗങ്ങളും നല്ലപോലെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ബ്ലെൻഡിങ്ങിന്. ഓക്കെ, ഇതിൽ ഒരുപാട് ലെയേഴ്സായിട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഹൗസ് ഡ്രോയിങ്ങിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, പെർസ്പെക്റ്റീവ് ഭാഗം പൊതുവെ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് പലരും പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിനെ അധികം ഒരുപാട് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റുകൾ വരച്ച് തുടങ്ങാം, അതേപോലെ തന്നെ ലൈറ്റായിട്ട് എങ്ങനെ ഷെയ്ഡ് കൊടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക, അത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ ബെറ്ററാക്കി നമ്മൾ ചെയ്യും. ഇത് ബേസിക് ഡ്രോയിങ് മാസ്റ്ററിയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനങ്ങളാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യാം, കവർ ചെയ്യാം.
ആ വിൻഡോയുടെ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാൻ ഞാൻ നേരിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിൽ ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ട് ഓൾറെഡി, കണ്ടില്ലേ? ആ ഒരു കളർ ടോണിൻ്റെ വേരിയേഷൻ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തും ഫ്ലോറിലും ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേരിട്ട് ബ്ലെൻഡ് ചെയ്യാം. അവിടെ ഞാൻ പെൻസിൽ ഉപയോഗിക്കുന്നില്ല, ഓൾറെഡി ആ ഒരു ബ്രഷിൽ ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ട്. ഇനി നമുക്ക് ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഡാർക്ക്ലി ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവും വീടിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫോം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡ് ഭാഗത്തുള്ള ഈ ഒരു വാളിൻ്റെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഷാഡോ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ഒരു വർക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതായിരിക്കും. ഞാനൊന്ന് ഷാഡോ മാർക്ക് ചെയ്ത് കാണിക്കാം. സെയിം പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, 2B മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ചെയ്തെടുക്കാം. കാസ്റ്റ് ഷാഡോ ചെയ്യാം. ഇനി വാളിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ ഒരു ലെയറായിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അധികം കട്ടി കൊടുക്കണ്ട, പ്രഷർ കൂട്ടണ്ട, ലൈറ്റായിട്ട് തന്നെ ഒരു ലെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കളർ ടോണിൽ ഒരു വേരിയേഷൻ കൊണ്ടുവരാനായിട്ട് കഴിയും. കുറച്ചൊരു മിഡ് ടോൺ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, സമയം എടുത്തിട്ട് തന്നെ ഷെയ്ഡ് കൊടുക്കുക. ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം. ഇനി ഈ ഒരു ഭാഗത്തും ഷെയ്ഡ് കൊടുക്കാം. എനിക്കെപ്പോഴും പെൻസിൽ മുകളിൽ പിടിച്ച് ഷെയ്ഡ് കൊടുക്കാനാണ്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്തതാണ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഇതിനു വേണ്ടി തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കാലം ഞാൻ ഇതിനു വേണ്ടി തന്നെ സമയം മെനക്കിട്ടു. അങ്ങനെയാണ് ഞാൻ ഏത് പെൻസിൽ കിട്ടിയാലും നമുക്ക് ഒരു പെൻസിലിൽ നിന്ന് തന്നെ പല ടോണുകളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ വാല്യൂ സ്കെയിൽ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെയാണ് എന്തിൻ്റെ അടിസ്ഥാനം.
ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവും, അത് നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം മാത്രം ഷെയ്ഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ട ഈ ഒരു ഭാഗം ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സ്കെച്ച് ബുക്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആക്ഷൻസ് എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഈ ഒരു ഭാഗം ജസ്റ്റ് കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ കാര്യമില്ല, നിങ്ങളുടെ കൈകൊണ്ട് പെൻസിലെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിക്കാനായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ടും കഴിയുക. ഓക്കെ, അപ്പോൾ കണക്റ്റായിട്ടിരിക്കുക, ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ.